എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ലോലോലിക്ക ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഇവിടെ ഇതിന് റൂബിക്ക എന്നും പറയും. നിങ്ങളിതിന് എന്താണ് പറയുന്നതെന്നുള്ള പേര് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നല്ല പഴുത്ത ലോലോലിക്കയാണ്. ഇതിന് അച്ചാറിടാനും ചമ്മന്തി അരയ്ക്കാനും ഒക്കെ നല്ലതാണ്. നമുക്കിന്ന് ഉപ്പിലിടാം. ഉപ്പിലിടാൻ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് കാന്താരി വേണം. അപ്പം നമുക്ക് നമ്മുടെ പറമ്പിൽ പോയി കുറച്ച് കാന്താരി പറിച്ചുകൊണ്ട് വരാം. അപ്പോൾ അതേ ദേവൂട്ടിയാണ് കാന്താരി പറിക്കാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതേണ്ട നല്ല വെള്ള കാന്താരിയും ഉണ്ട്, നല്ല പച്ചയായിട്ടുള്ളതും ഉണ്ട്. വെള്ള കാന്താരിക്ക് ഇച്ചിരി എരിവ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാന്താരിയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ കാന്താരി എല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ട് ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ദേവുവിന് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മൾ കാന്താരിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം, ഒരു 2 കപ്പ് വെള്ളമുണ്ട്, അത് നല്ല തിളപ്പിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിയിപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കല്ലുപ്പ് ഉള്ളത് കാരണം കൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് വെള്ളം തിളച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ കാന്താരി പറിച്ചുകൊണ്ട് വന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഞാൻ ലോലോലിക്ക 2 സെക്ഷനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. നല്ല പഴുത്തത് ഒരു കുപ്പിക്കകത്തിലാക്കിയിട്ടുണ്ട്, ഇച്ചിരി ചെറുതായിട്ട് ചെനച്ചതാക്കി ഒരു കുപ്പിയിലും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പഴുത്തത് പെട്ടെന്ന് അങ്ങ് അലുത്തും, അത് കാരണം കൊണ്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം നല്ല തണുത്ത് വന്നിട്ടുണ്ട്. അതിന് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല നിറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഉപ്പ് ഇച്ചിരി കൂടുതലിടണം കേട്ടോ. നല്ല ഉപ്പുണ്ടെങ്കിൽ മതി. ഇതിന് നല്ല പുളിയാണല്ലോ. അപ്പോൾ ഉപ്പ് അത്യാവശ്യം ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കാന്താരി ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ റൂബിക്ക ഈ കുപ്പിയിലോട്ട് ഇടുമ്പോൾ തന്നെ ലെയറായിട്ട് ഇടയ്ക്ക് കാന്താരി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം.